ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇനി ഇന്നത്തെ കാഴ്ചകളിലേക്ക്. അപ്പോൾ കുമളിയിൽ നിന്ന് ഞങ്ങൾ തിരുവനന്തപുരത്തേക്ക് പോവുകയാണ്. നമ്മുടെ ഡെസ്റ്റിനേഷനായ തിരുവനന്തപുരത്തേക്കാണ് നമ്മുടെ യാത്ര ഇന്നത്തെ. അപ്പോൾ ഗവിയിലേക്ക് പോകണമെന്ന് വിചാരിച്ചപ്പോൾ ഒരു സങ്കട വാർത്ത, ഗവിയിലേക്ക് പോകാൻ പറ്റില്ല. ഞങ്ങൾ അവിടം വരെ പോയി നോക്കുമ്പോൾ അവർ പറയുന്നു പറ്റില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പത്തനംതിട്ടയിൽ നിന്ന് മുകളിലേക്ക് വരുന്ന വഴികളിലേക്കൂടെ തിരിച്ച് ഇങ്ങോട്ട് വരാനേ പറ്റുള്ളൂ എന്നാണ് പറയുന്നത്. നമ്മൾ ഇങ്ങനെ അങ്ങോട്ട് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവർ അന്വേഷിച്ചപ്പോൾ അങ്ങനെയാണ് പറഞ്ഞത്. അതുകൊണ്ട് നമ്മൾ നേരെ ത്രൂ ഔട്ടായിട്ട് നമ്മളെന്ത് ചെയ്യുന്നു, നേരെ എരുമേലിയിൽ നിന്ന് പത്തനാപുരത്ത് നിന്ന് തിരുവനന്തപുരം. അപ്പം കുറച്ച് ഇനി കാഴ്ചകൾ മാത്രമായിരിക്കും, വർത്തമാനങ്ങൾ കുറവാണ്. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് തന്നെ തിരുവനന്തപുരത്ത് നമ്മുടെ നാട്ടിലേക്ക് പിടിക്കണം. 4 ദിവസമായി യാത്ര തുടങ്ങിയിട്ട്. അതുകൊണ്ടാണ് ഈ കാഴ്ചകളിലേക്ക്. നമ്മളെ തിരുവനന്തപുരത്ത് എത്താൻ ഇനി 70 കിലോമീറ്റർ ഉണ്ട്. നമ്മൾ പത്തനാപുരം അവിടെ നിന്ന് കൊട്ടാരക്കര വരുന്ന സമയത്ത് കൊട്ടാരക്കരയിൽ നിന്ന് എത്തുന്നതിന് മുമ്പേ വാളകത്ത് പോകുന്ന റോഡുണ്ട്. അതുവഴിയാണ് നമ്മൾ തിരുവനന്തപുരത്തേക്ക് പോകുന്നത്. അപ്പോൾ എന്താ പറയുക, തിരുവനന്തപുരത്ത് എത്താൻ ഒരു 1.5 മണിക്കൂർ കൊണ്ട് എത്തും ഞങ്ങൾ വിചാരിക്കുന്നു. ഇപ്പോൾ വണ്ടി ഓടിക്കുമ്പോഴാണ് ഞാൻ സംസാരിക്കുന്നത്, ഞാൻ ശ്രദ്ധിച്ചിട്ടാണ് സംസാരിക്കുന്നതെങ്കിലും പെട്ടെന്നൊരു സ്ഥലം കണ്ടു. നമ്മൾ വാളകം കഴിഞ്ഞ് വന്നുകൊണ്ടിരിക്കുമ്പം എനിക്ക് തോന്നുന്നു ഈ വഴി കാണുന്നൊന്ന് ജഡായുപ്പാറ. ഞങ്ങൾ ലോങ് വ്യൂവിൽ അവിടെ ഒരു ശില്പം പോലെ ഇങ്ങനെ ഒരു ജഡായുവിൻ്റെ ഇത് കണ്ടു. എനിക്ക് കറക്റ്റ് അറിയില്ല, കണ്ടു, അതുകൊണ്ട് ഞാൻ പറയുകയാണ്. അപ്പോൾ അത് ജഡായു പാറ തന്നെയാണ് കേട്ടോ. ഞാനിപ്പോൾ ചോദിച്ചു അറിയാം. നമ്മൾ നേരിട്ട് പോവാണ്. ഞാൻ പോകുന്ന സമയത്ത് കാണിച്ചു.
വെഞ്ഞാറമൂട്, സ്വരാജ് വെഞ്ഞാറമൂട് സാദർ. നാടക കലാകാരന്മാർ, സിനിമാ താരങ്ങളൊക്കെ ഉള്ള ഒരു പ്രദേശത്ത് കൂടിയാണ് നമ്മൾ കടന്നു പോകുന്നത്. രാഷ്ട്രീയ പ്രമുഖന്മാരെല്ലാവരും തന്നെ നമുക്ക് ഈ പ്രദേശത്തുണ്ട്. എന്തായാലും വളരെ സന്തോഷം വെഞ്ഞാറമൂട് എന്ന് പറയുന്ന സ്ഥലത്തോട്ട് യാത്ര ചെയ്യുമ്പോൾ. ഓക്കെ, ബാക്കി സന്ധ്യവട്ടം പറയും. അപ്പോൾ എന്താ പറയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ തിരുവനന്തപുരത്ത് എത്തിയിട്ട് നമുക്ക് ബാക്കിയെല്ലാം പറയാം. ഇപ്പം വെഞ്ഞാറമൂട് എത്തി. ഇനി ഒരു ഏകദേശം ഒരു 25 കിലോമീറ്റർ നമ്മുടെ തിരുവനന്തപുരത്ത് എത്താൻ. അങ്ങനെ തിരുവനന്തപുരത്ത് എത്തിക്കൊണ്ടിരിക്കുന്നു. ഓൾമോസ്റ്റ് 10 കിലോമീറ്റർ. അങ്ങനെ ട്രിവാൻഡ്രം സിറ്റി ഞങ്ങളെത്തി. നേരത്തെ കണ്ടത് സെക്രട്ടേറിയറ്റ്, അതിനുശേഷം കണ്ടത് ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയം. ഇതാ ഞങ്ങളിനി തമ്പാനൂർ റെയിൽവേ സ്റ്റേഷൻ, KSRTC ബസ് സ്റ്റാൻഡ്, അവിടെ എത്തുന്നു. അവിടെ നമ്മളെ ലക്ഷ്യം സഫലീകരിക്കുന്നു. കാസർഗോഡ് നിന്ന് തുടങ്ങി ട്രിവാൻഡ്രത്തിലെത്തുക യാത്ര. ഓൾമോസ്റ്റ് ഞങ്ങൾ കവർ ചെയ്തത് 1133 കിലോമീറ്റർ. ടോട്ടൽ 113 കിലോമീറ്റർ കുറക്കുക. എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തലശ്ശേരിയിൽ നിന്ന് കാസർഗോഡ് പോയ ദൂരം. അതിനുശേഷം ഞങ്ങൾ ഓൾമോസ്റ്റ് ഒരു 1033 കിലോമീറ്ററോളം ഞങ്ങൾ ഓടി. അങ്ങനെ ഞങ്ങൾ ഇതാ ട്രിവാൻഡ്രത്ത് എത്തിയിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഇതാ നമ്മൾ തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷൻ്റെ തമ്പാൻ റെയിൽവേ സ്റ്റേഷൻ്റെ മുമ്പിലെത്തി. ഇപ്പം കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്കുള്ള യാത്ര ഇതവിടെ അവസാനിക്കുകയാണ്. ഇനി തിരുവനന്തപുരത്ത് നിന്ന് നമ്മുടെ നാട്ടിലേക്കുള്ള കാഴ്ച. അപ്പം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.